ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നവരെ നമ്മൾ പേടിക്കേണ്ടത്. ഞാൻ പറയും എൻ്റെ മോളൊക്കെ പകുതി ആവറേജ് പഠിച്ചാൽ മതി. ആവറേജിൽ അധികം പഠിക്കുന്ന സമയത്ത് അവർ അത്രയും സ്ട്രെസ് എടുക്കാനാണ് പോകുന്നത്. ഹയർ എക്സ്പെക്ടേഷൻ ഈസ് ഡിസ്ട്രോയിങ് ദെയർ ലൈഫ്. അപ്പോൾ ഒരു കുട്ടീൻ്റെ ടാലൻറ്റ് എന്തിലാന്നുള്ളതും അവരുടെ ഇഷ്ടങ്ങൾ എന്തിലാന്നുള്ളതും അവർക്ക് അത് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളതും. എനിക്ക് ചിലപ്പോൾ ഡോക്ടർ ആവാനായിരിക്കും ഏറ്റവും ഇഷ്ടം, പക്ഷെ എന്നെ കൊണ്ടത് പറ്റുമോ എന്നുള്ളത് നോക്കണമല്ലോ. കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് നമ്മളൊരു കുട്ടീനെ നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ആൾക്ക് ഈ സ്ട്രെസ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്ററിൽ ഒരു കോമഡി കണ്ടിട്ടുണ്ട്. 2-3 വഴി, ഒന്ന് എയിംസിലേക്കുള്ള വഴി, ഒന്ന് NIT-യിലേക്കുള്ള വഴി, ഒന്ന് IIT. ഈ 3 ഓപ്ഷൻസേ ഉള്ളൂ എന്നുള്ളത് പോലെയാണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ഇവരെ ഇൻട്രസ്റ്റ് എന്താ, പാഷൻ എന്താ, ഇവരെ സ്കില്ല് എവിടെയാണ് കാണിക്കാൻ പറ്റുന്നത്, ഇതൊന്നും ആൾക്കാർക്ക് മാറ്റർ ചെയ്യുന്നില്ല. ദേ ആർ പ്രിപ്പയറിങ് ഫോർ ഹൈ സാലറി ജോലി, ഇതിനെ കിട്ടുള്ളൂ എന്നുള്ള ഒരു റോങ് കൺസെപ്റ്റ് വെച്ചിട്ട് കുട്ടികളെ തള്ളിവിടുക ചെയ്യുന്നത്. കുട്ടികൾക്കും അതാ വേണ്ടത്. കുട്ടികളാണ് വാശി പിടിക്കുന്നത് എനിക്ക് ഡോക്ടർ ആയാൽ മതി. ആ പ്രൊഫഷന് ആൾക്കാർ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് കണ്ടിട്ടാണ് ഈ കുട്ടികൾ പറയുന്നത് എനിക്ക് അതായാൽ മതി. ഇതിൽ എത്ര സ്ട്രെസ് എടുക്കണമെന്നോ, ഇതെനിക്ക് ക്രാക്ക് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതോ, ഇത് എത്ര വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതോ ഒന്നും കുട്ടികൾക്ക് ഐഡിയ ഇല്ല. ആൻഡ് പുവർ പാരൻസ് ചിലപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യേണ്ടിയും വരുന്നുണ്ട്. 1 വർഷമല്ല, 1, 2, 3 വർഷം സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്നത്. എന്ത് ഡേഞ്ചർ സിറ്റുവേഷനിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്.